നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ അതിലെ സത്യങ്ങൾ കേട്ടു. ഒരുപക്ഷെ നമ്മൾ വളരെ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. എങ്കിൽ പോലും ഇത് റിപ്പോർട്ടിൽ കൂടി പുറത്തു വന്നപ്പോൾ നാം എല്ലാം ഞെട്ടിത്തെറിക്കുകയുണ്ടായി. ഏതാണ്ട് മലയാള സിനിമയെ ഭരിക്കുന്ന ആ ഒരു 15 അംഗ പവർ ഗ്രൂപ്പ്, അതിനെപ്പറ്റി കേട്ടപ്പോൾ നമ്മളെല്ലാം തന്നെ സ്തബ്ധരാകുകയാണ് ഉണ്ടായത്. കാരണം നമ്മുടെ ഈ മലയാള സിനിമാ രംഗത്തെ അടക്കി വാഴുന്ന ലൈംഗിക ചൂഷണം, കാരണം ഏറ്റവും പ്രധാനമായിട്ട് അവിടെ നിൽക്കുന്നത് ലൈംഗിക ചൂഷണമാണ്, ലൈംഗിക പീഡനമാണ്. കാരണം അവിടത്തേക്ക് ആരെല്ലാം വരുന്ന നടിമാരെ പീഡിപ്പിക്കുക, സ്ത്രീകളോട് വിവേചനങ്ങൾ കാണിക്കുക, അവർക്ക് വേതനം കൊടുക്കാതിരിക്കുക, അവർക്ക് പരമാവധി ആവശ്യങ്ങൾ, അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ പോലും കൊടുക്കാതിരിക്കുക. അങ്ങനെ അവർ ഏതൊക്കെ രീതിയിൽ സ്ത്രീകളെ പീഡിപ്പിക്കാമോ അതേ എല്ലാ രീതിയിൽ സ്ത്രീകളെ അങ്ങേയറ്റത്തെ വെറും രണ്ടാംകിട വിഭാഗത്തിലേക്ക് മാറ്റിക്കൊണ്ട് സ്ത്രീകളെ വെറും അവജ്ഞയോടെ കാണി അവർക്ക് യാതൊരു വിലയും ബഹുമാനവും കൊടുക്കാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ മലയാള സിനിമ രംഗം അധപ്പതിച്ചു എന്നത് നമുക്ക് വളരെ വിഷമത്തോടെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ പണ്ട് 2010 നമ്മുടെ തിലകനെ നമ്മുടെ അമ്മ സംഘടന സിനിമയിൽ നിന്ന് പുറത്താക്കി. അന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ പറയുക, അന്ന് വെട്ടിത്തുറന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തൻ്റെ ഇടവും കൊണ്ട് എന്തും പറയാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അദ്ദേഹം നമുക്കറിയാം അതുല്യനായിട്ടുള്ള ഒരു മഹാപ്രതിഭ, നമ്മുടെ എല്ലാ അഹങ്കാരമാണ് അദ്ദേഹം, തിലകൻ എന്ന് പറയുന്നത്. അത്രമാത്രം കഴിവുറ്റ കഥാപാത്രങ്ങളല്ലേ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ജന്മാന്തരങ്ങളിൽ പോലും ഉള്ളവർക്ക് പോലും മറക്കാനാവാത്ത, എന്നും നമ്മുടെ ഓർമ്മകളിൽ ഇരച്ചു കയറി വരുന്ന, എന്നും നല്ല ഓജസ്സോടെ തേജസ്സോടെ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ആ കഴിവുള്ള ആ ഒരു മഹാനടനെ എന്തിൻ്റെയൊക്കെ പേരിലാണ് നമ്മുടെ ഈ മലയാള സിനിമാ സംഘടന പുറത്താക്കി. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിന് സിനിമയിലൊന്നും തന്നെ അഭിനയിക്കാൻ ഒരു അവസരവും കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പം അദ്ദേഹത്തിൻ്റെ മരണശേഷം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ വിളിക്കുകയും ഈ അമ്മ സംഘടനയിലായിരിക്കാം ഈ പവർ ഗ്രൂപ്പിലെ ആരോ അവരെ വിളിക്കുകയും അന്ന് തൻ്റെ തിലകനെ പുറത്താക്കിയതിന് മാപ്പ് പറയണം അത്ര അവർക്ക്. അവരാരോടാണ് മാപ്പ് പറയുന്നത്? ഈ അദ്ദേഹത്തിൻ്റെ മകളോട്. അപ്പം ഇപ്പം ഇവരിത് പുറത്ത് പറയുന്നത് ഇപ്പോൾ മാത്രമാണ്. കാരണം അവർക്ക് ഇപ്പം മനസ്സിലായി, അന്ന് ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു, ഇത്രയും കാര്യങ്ങളെല്ലാം പുറത്തു വന്നു. ഈ ഒരു സമയത്ത് അന്ന് അവർക്ക് അനുഭവിച്ച ആ ഒരു അനുഭവം അവരിപ്പോഴാണ് തുറന്നു പറയുന്നത്. കാരണം അവർ പറയുന്നു, അന്ന് അത് പറഞ്ഞാലൊന്നും ആരും കേൾക്കില്ല, ഇപ്പോൾ എനിക്കിത് പറയാൻ പറ്റിയ അവസരമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരെ ഇതിലേൻ്റെ മരണശേഷം അവർ പറയുന്നു, അവർക്ക് കൊച്ചിലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്, അത് അവർ പേര് പറയുന്നില്ല, അവരെ മോളെ എന്നാണ് വിളിക്കുന്നത്. പണ്ട് മുതലേ അവരെ മോളെ എന്നാണ് അത്ര അദ്ദേഹം വിളിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി അതൊരു നടനാണോ ഒരു സംവിധായകനാണോ എന്നൊന്നും അദ്ദേഹം തീർത്ത് പറയുന്നില്ല, പേര് പറയുന്നില്ല. എങ്കിൽ പോലും നമുക്കെല്ലാം അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകും, നമുക്കൊക്കെ വളരെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പ്രമുഖനായിട്ടുള്ള മലയാള സിനിമയിലെ വളരെ പ്രമുഖനായിട്ടുള്ള ആ വ്യക്തി ഇവരെ വിളിക്കുകയും അവർ പവർ ഗ്രൂപ്പിലെ ഒരു പ്രധാന വ്യക്തിയാണ് അത്ര ഇയാൾ. അപ്പോൾ ഇയാൾ അവരെ വിളിക്കുന്നു, ഫോണിൽ സംസാരിക്കുന്നു. അപ്പോൾ അച്ഛനെ പുറത്താക്കിയതിൽ തനിക്ക് മാപ്പ് പറയണം അത്ര, ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ മകളോട് ഇപ്പോൾ മാപ്പ് പറയണം. അപ്പോൾ അവർ പറഞ്ഞു, ഫോണിൽ കൂടെ പറയൂ, ഞാൻ മാപ്പ് കേട്ടോളാം. അപ്പം അത് പറ്റില്ല, റൂമിലേക്ക് തന്നെ വരണം, റൂമിലേക്ക് വന്നാലേ എനിക്ക് നേരിട്ട് റൂമിൽ വെച്ച് നിങ്ങളോട് മാപ്പ് പറയാൻ പറ്റൂ എന്നാണ് അത്രേ ആ പ്രമുഖ വ്യക്തി പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി, അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഫോണിക്കടെ മാപ്പ് പറയാൻ പറ്റുന്നില്ല, റൂമിലേക്ക് എന്നാലേ മാപ്പ് പറയൂ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെയുള്ള സാധാരണ വൈഭവമുള്ള ഒരു സ്ത്രീയാണ് അവർ. അപ്പോൾ അവരവിടെ അന്നേരം അത് നോ പറഞ്ഞു, അത് വിട്ടു. കാരണം അവർക്ക് അയാളെ റൂമിൽ ചെന്ന് അയാളെ പ്രീതിപ്പെടുത്തി ഇൻഡസ്ട്രിയിൽ നിൽക്കേണ്ട അവസ്ഥയൊന്നുമുള്ള ഒരു സ്ത്രീയല്ല, അവർ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയല്ല. അവർക്ക് ജീവിതത്തിൽ വേറെ പല ജോലികളും ഉണ്ട് അവരുടേതായിട്ടുള്ള. ഈ പറയുന്ന വ്യക്തിയെ ചെന്ന് റൂമിൽ ചെന്ന് പ്രീതിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അവരതുകൊണ്ട് അതവിടെ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ കൊണ്ട് തീർത്തു. പക്ഷേ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അവർ ഈ ഒരു കാര്യം തുറന്ന് പറയുകയുണ്ടായി. തനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ അച്ഛൻ്റെ മരണശേഷം ഈ പ്രമുഖ വ്യക്തിയിൽ നിന്ന് നേരിട്ട ഈ ദുരനുഭവം ഇന്ന് അവർ സമൂഹത്തിൻ്റെ മുന്നിൽ ധൈര്യത്തോടെ തുറന്നടിക്കുകയാണ്. ഇവർ മാത്രമല്ല, ഒരുപാട് നടികളും അവരുടെ അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുമൊക്കെ സിനിമാ മേഖലയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ തനിക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തുറന്നു പറയുകയാണ്. ഓരോരുത്തരും പറയുന്നത് എന്താണ്, ഓരോ സിനിമയിലൊക്കെ അഭിനയിക്കാനായിട്ട് ചെല്ലുമ്പോൾ ആദ്യമേ ഇവർ പറയത്രേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന്.
മിക്ക നടിമാരും ഈ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന വാക്കിനകത്തൂടെ പിന്മാറി പോയിട്ടേ ഉള്ളൂ. കാരണം അവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റിനോട് സഹകരിക്കാൻ തയ്യാറല്ല. അവരവിടം വിട്ട് അന്നേരം അവിടുന്ന് പോകുന്നു. എന്നാൽ ചില അഡ്ജസ്റ്റ്മെൻറ്റിനായിട്ട് വേണ്ടി മാത്രം വരുന്ന ഒരുപാട് സ്ത്രീകൾ ഈ മേഖലയിലുണ്ട് കേട്ടോ. അത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവർക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പണവും പ്രശസ്തിയൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടി അഡ്ജസ്റ്റ്മെൻ്റ് എന്നല്ല, എത്ര അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനും അവർ തയ്യാറാണ്. കാരണം അവരുടെ വീട്ടുകാർ പോലും ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് തങ്ങളുടെ മക്കളെ വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വേദന ഏറുന്ന സത്യം. കാരണം അമ്മമാർ കൂട്ടുനിൽക്കുകയാണ് മക്കളെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് തള്ളിവിടുന്നു. ആരുടെ കൂടെ വേണേലും എവിടെ വേണേലും എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും മക്കളെ അങ്ങോട്ട് 100% വിട്ടുകൊടുക്കുന്ന അമ്മമാരും കൂടെ ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പവർ ഗ്രൂപ്പിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ലൈംഗിക ചൂഷണം നടത്തുന്നു പവർ ഗ്രൂപ്പ്. എന്തുകൊണ്ടാണ് അവർ ലൈംഗിക ചൂഷണം നടത്തുന്നത്? അവർക്കറിയാം ഇതിനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, നമ്മൾ ചെന്നാൽ നമ്മുടെ കൂടെ സഹകരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ള ആ ഒരു സത്യം അവർക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ അവർ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ ചെല്ലുന്നത്. അതല്ല, മാന്യമായിട്ടുള്ള സ്ത്രീകളാണ് ഇവിടെ നടക്കില്ല എന്ന് ഈ പവർ ഗ്രൂപ്പിന് ബോധ്യമുണ്ടെങ്കിൽ അവരൊരിക്കലും ഈ ചൂഷണത്തിന് നടക്കില്ല. അവർക്കറിയാം തങ്ങൾ ചെന്നാൽ സഹകരിക്കാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഈ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് വരും എന്നുള്ള സത്യം അവർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് അവർ ഈ ചൂഷണം ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ. അല്ലാതെ അവരെ മാത്രം കുറ്റം പറയണ്ട. അങ്ങോട്ട് ചൂഷണത്തിന് വിധേയമാകാൻ അതിന് വേണ്ടി മാത്രം വരുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ള സത്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഒരു ചൂഷണ മേഖലയ്ക്ക് സ്ഥാനം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് ഉയർത്തി കൊണ്ടുവരാനായി മേഖലയിലെ ഈ പറയുന്ന പവർ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളാണ്. അത് പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ് കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് അന്ന് 2010 ഇദ്ദേഹം തിലകൻ സിനിമയിൽ നിന്ന് പുറത്തു നിന്ന സമയത്ത്, അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതിരുന്ന ആ സമയത്ത് ഈ സംവിധായകരോടും നിർമ്മാതാക്കളോടും ഒക്കെ ഇദ്ദേഹത്തിന് വേണ്ടി അവസരങ്ങൾ ചോദിച്ചു. ഇദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണമെന്ന് നിരന്തരമായിട്ട് നമ്മുടെ സുരേഷ് ഗോപി സംസാരിക്കാറുണ്ടായിരുന്നു അത്രേ. അപ്പോൾ അദ്ദേഹത്തിന് അന്നും ഇങ്ങനെ ഈ ഒരു നെറികേടിനോട് അന്നും അദ്ദേഹം പക്ഷം പിടിച്ചിരുന്നില്ല എന്നുള്ളത് സത്യം നമുക്കിപ്പോൾ മനസ്സിലാകുകയാണ്. അപ്പോൾ അദ്ദേഹം ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം അന്ന് അദ്ദേഹത്തിൻ്റെ സംവിധായകനോട് ഈ സുരേഷ് ഗോപി പറഞ്ഞു നമ്മുടെ തിലകൻ ചേട്ടന് അവസരം കൊടുക്കണമെന്ന്. അപ്പോൾ ഇതറിഞ്ഞ് തിലകൻ ചേട്ടന് പിന്നെ സുരേഷ് ഗോപിയോട് പറഞ്ഞു, സുരേഷ് ഗോപി എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ എല്ലാവരോടൊന്നും ചോദിക്കരുത്, അത് ഒരുപക്ഷെ തനിക്ക് തന്നെ ദോഷമാകും എന്ന തിലകൻ സുരേഷ് ഗോപിയോട് പറയുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം സുരേഷ് ഗോപി അന്നും വളരെ നല്ല നിലപാടുകൾ എല്ലാ കാര്യങ്ങളിലും എടുക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് ഇതിൽ കൂടി മനസ്സിലാകുകയാണ്. വളരെ നല്ല കാര്യമാണ് എന്ന് സന്തോഷത്തോടെ നമുക്ക് പറയാം.